ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഫസ്റ്റ് തന്നെ ചോറാണ് വെക്കുന്നത്. ചോറും കറിയും ഉപ്പേരിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ഒക്കെ കുട്ടികൾ ഉറങ്ങുകയാണ് കേട്ടോ, രണ്ടാൾ ഉറങ്ങുകയാണ്. പിന്നെ ഞാൻ എൻ്റെ പണികൾ രാവിലെ തന്നെ വേഗം ചെയ്ത് തീർക്കലാണ്. കാരണം പിന്നെ അതിന് കഴിയില്ല, രണ്ടാളെയും നോക്കണം. അപ്പോൾ ചെയ്യാൻ കഴിയില്ല അതിനിടയിൽ. അപ്പോൾ എല്ലാ പരിപാടിയും ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരി തുടച്ചു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്ത്. പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ എണീറ്റ് ഓല കാര്യങ്ങളൊക്കെ ചെയ്യും. രണ്ടാളെയും കുളിപ്പിക്കണം, ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജൊക്കെ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകിട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ട് ഉപ്പിടുക. അങ്ങനെ വേവിക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്യുക. നന്നായി വേകുമ്പോൾ മറ്റേ പിന്നെ സോയ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് മെഹന്തി ഉണർന്നു കേട്ടോ. എട്ടപടി രാവിലെ നീച്ചക്കിനി മെച്ചിന്റെ മെഹന്തി പാവങ്ങി നീച്ചതാണ്. മെഹന്തി ഉണർന്നാൽ പിന്നെ കുറച്ച് നേരമൊക്കെ കിടക്കും കേട്ടോ. പിന്നെ കരയാൻ തുടങ്ങും. തീരെ നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല. കണ്ടാൽ പിന്നെ അത് കണ്ണും കൂട്ടിയാണ് കരയാൻ തുടങ്ങും. അതുവരെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഞാൻ തന്നെ വന്ന് അവനെ മൈൻഡ് ചെയ്തുകൊണ്ട് അവൻ ഭയങ്കര സന്തോഷമാണ്. എത്തജി കാട്ടണേ ആ വെക്കൂല കഴിഞ്ഞിട്ടില്ല. ഇവ വരാറില്ല, വെക്കൂല പോലെ. അപ്പോൾ പിന്നെ വൈകുന്നേരമായി. വൈകുന്നേരം ഞങ്ങൾ ചായ ഉണ്ടാക്കി. എനിക്ക് ചായ ഞാൻ വൈകുന്നേരം കുടിക്കാറില്ല, പക്ഷേ പൈസക്ക് ചായ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഞാനും കുടിക്കും. അപ്പോൾ ചായ മിക്സറൊക്കെ കഴിച്ച് പിന്നെയുള്ള കടികളൊക്കെയാണ് കാണുന്നത്. ബലൂണ് ഇപ്പോൾ കുറേ കൊണ്ടുവന്നൊക്കെയില്ല. അവന് എപ്പോഴും ബലൂൺ വേണം കേട്ടോ. കുട്ടിയെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അടങ്ങിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പാടിയ ഇതെത്ത് പാട്ടാ? ഞങ്ങൾക്ക് രണ്ടാൾക്കും പനി പിടിച്ചിരിക്കുകയാണ്. രണ്ടാൾക്കല്ല, ഓനൊപ്പില്ല. എനിക്ക് നല്ല പനിയുണ്ട്, മെഹദിക്കും ഉണ്ട്. പനിയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഏകദേശം മാറി. ഇന്നലെ നല്ല ഉണ്ടായും പോയി. ഓ ഓ എന്തോ പറയൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായി. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലോട്ട്. അത് മാത്രമല്ല, എനിക്ക് സ്റ്റഡ് വാങ്ങും കേട്ടോ. സെക്കൻഡ് സ്റ്റഡിൻ്റെ കാത് ഡെലിവറിക്ക് ശേഷം
കമ്മലിടാൻ കഴിയുന്നില്ല ഗോൾഡ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കമ്മൽ വാങ്ങിയത് അതൊന്നും എനിക്ക് അങ്ങനെ സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് എൻ്റെ കയ്യിലൊന്നുണ്ട് അതേപോലെ തന്നെ എടുക്കാൻ വെച്ചിട്ട് പോവാണ്. അത് മാത്രമല്ല എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, സ്കിൻ കെയർ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ ഇതൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി മെയിനൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്നുള്ളതാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ബൈക്കുമ്പോൾ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ എവിടുക്കാന്നില്ലാതെ ഇങ്ങനെ പിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പൊക്കെ കുറേ ഉണ്ട് സാധനം വാങ്ങാനൊക്കെ, പക്ഷെ അവിടെ ഒന്നും കയറാതെ ഇങ്ങനെ പോവാണ്. കുറച്ചും കൂടി ഇങ്ങനെ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി നിർത്തിയാൽ തുടങ്ങും മേൽസാൻ്റെ കളി. അടങ്ങിയാണ് നിന്നാലും അവിടെ ഇട്ടിട്ട് പോകും. എന്ത് നിങ്ങൾ നല്ല പിടിച്ചേക്കുവാണ്. നിങ്ങൾക്കോ നിങ്ങൾക്ക് അതിലാണ് സെറ്റപ്പ് പിടിച്ചേക്കും വേണം. അങ്ങനെ നിങ്ങൾ ഒറ്റക്ക് പിടിച്ചല്ല. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫാൻസി ഷോപ്പ് കണ്ടിട്ടോ. അപ്പോൾ അവിടെ കയറി ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്റ്റഡ് എടുത്ത്, ചെറിയ റേറ്റ് ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു കല്ലുള്ള ചെറിയ കുട്ടി സ്റ്റഡ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിരുന്നു. എൻ്റെ കൈക്കുള്ള സ്റ്റഡൊക്കെ വെച്ച് നോക്കി അതേപോലെ തന്നെ വാങ്ങി ഞാൻ. ചിരിച്ചിരിക്കണ രണ്ടെണ്ണം നോക്കി അല്ല ശരിയേ. വെച്ച് നോക്കിയടാ കൊള്ളാം. ഓ അവിടെ മൊയില് ക്യൂട്ട് ആത്ത സാധനം ഹാപ്പിയില്ലോ കൊള്ളാം. ഓ ആനമൊക്കെ കണ്ണ്. ഇതൊരു ആനപ്രേമിയില്ലേ. അപ്പോൾ ആ കടയിൽ ഒരുപാട് നല്ല കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷനുള്ള കടയാണ് കേട്ടോ. ഞാൻ കമ്മൽ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇനി വേറെ എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് പോയിട്ട് നല്ല കമ്മലുകളൊക്കെ വാങ്ങണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേറൊരു ഷോപ്പിലും കൂടി കയറി എന്നിട്ട് വീട്ടിലോട്ട് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാങ്ങി. ഒരു ഓട്ടമുള്ള സാധനം എന്താ മൺചട്ടികളില്ലേ? അല്ല ആ ഓട്ടർ സാധനം എന്താ? ഇതാ ഒരു കിളിക്കൂട് പോലെ. എന്ത് ഇതാണ് ഞങ്ങൾ വരുന്ന പള്ളി. ല്ലോ മീൻ മാർക്കറ്റ് ഉണ്ടോ? അല്ല മറ്റേ ഉണക്കമീന. നാട്ടിലെ എത്ര നേരം ഇങ്ങനെ അവിടെ നിൽക്കണം. എന്തൊരു സ്മെല്ല്. പോവാ
വണ്ടി സിറ്റി പോയിന്റ് ലേഡീസ് പാർക്ക്. നിൽക്കണ വണ്ടിയിലെ ബ്രൈഡ്സ്. ഇവിടെ വന്നണോ? ഞാൻ അവിടെ ഒന്നും വന്നിട്ടേ ഇല്ല. ഇതൊക്കെ മഞ്ചേരിക്ക് അധികം അങ്ങനെ വരില്ല. വന്നാൽ തന്നെ ആ മറ്റേ അങ്ങാടിയിലൊന്ന് പോകാനല്ലാതെ വിശദമായി മഞ്ചേരി അങ്ങാടിയിൽ കറങ്ങലില്ല. ഇപ്പോഴാണ് കറങ്ങാൻ തുടങ്ങി. അറിയില്ല എന്തായിരുന്നേ എലി. എലി തൊട്ടോ? ആ എനിക്കറിയാം ആ എലിന്റെ പേര്. ഇതിലുണ്ടോ? അവിടെ മീന്? ആ മീനൊന്നുമില്ല. അവിടെ മീന് ആ ലൈറ്റല്ലേ? ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. പക്ഷെ വലിയ കളർഫുൾ മീനല്ല. ആ അതിന്റെ അപ്പുറത്ത് കൂടെ പോകണം. ഓ കൊള്ളാം കൊള്ളാം. തിന്നണ മീനാ? തിന്നാൻ പറ്റണ മീനാ? ആ അങ്ങനത്തെ വളർത്തിയൊരു കാര്യമാണ്. കളർ മീൻ വളർത്തണ ഇഷ്ടം. അപ്പോൾ വീട്ടിലോട്ട് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും പിന്നെ എനിക്ക് കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് വേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോയത്. എന്നിട്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ തപ്പി നടക്കുകയാണ് ഏതൊക്കെ വേണ്ടത് എന്നൊക്കെ നോക്കി ഞാൻ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോന്നു കേട്ടോ. അതിനിടയിൽ ഞങ്ങൾ വെള്ളം ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം മേജി നൊളൊളിച്ചു. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്ത് പിന്നെ അവനെ ഉറങ്ങിട്ടോ. വണ്ടിമ്മ കയറിയ ഉണരും, പക്ഷെ ഒച്ചൊന്നും ഉണ്ടാക്കില്ല. നല്ല കുട്ടി നിൽക്കും. അവന് വണ്ടി നിർത്തി അപ്പം കരയും. അതാണ് അവൻ്റെ ഒരു പ്രശ്നം. അവനക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ മേജി ഉറങ്ങിയോണ്ട് എനിക്ക് സാധനങ്ങളൊക്കെ നോക്കാനൊന്ന് ഈസി ആയിട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ വേണം നോക്കി. അപ്പോഴാണ് ഞാനൊരു ചെല്ലി മിഠായി ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അത് കഴിക്കാറില്ല. കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ അതും വാങ്ങി. പിന്നെ ഫൈജിക്ക് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. ഓന് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ കുറച്ച് നേരം അടങ്ങി നിൽക്കും. അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ പ്രത്യേകിച്ച് നല്ല സാധനങ്ങളൊക്കെ വാങ്ങി വേഗം വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. മൊയലാളിന്റെ വരെ ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ ഒരു കിലോമീറ്റർ അപ്പുറത്താണ്. ഈ റോഡിനോ? ആ ഹായ് ആകാശൊന്നും ഇതിൽ കാണില്ല. നല്ല ഭംഗിയുടെ ഇപ്പം ആകാശമാണ്. പക്ഷേ വീഡിയോസിലൊക്കെ ബാർബർ ഷോപ്പ് അതിന് നമ്മക്കെത്തില്ല. ബാർബർ ഷോപ്പ് ഇവിടെ മുടി വെട്ടേണ്ട ടീംസൊക്കെ ആർത്ത് വിളിച്ച് പുറത്തേക്കടിയില്ലേ. ഏത് ബാർബർ ഷോപ്പ് പോയിട്ട് കാര്യം കുത്തി പൊടിച്ച് പുറത്താക്കും. ഇതിന്റെ മുടി വെട്ടാൻ പോയി അയാൾ കയറ്റൂല. ആ മുറയിലുള്ള ആളെ എങ്ങനെ അയാൾ മുടി വെട്ടോ വന്ന കസ്റ്റമറിനെ എങ്ങനെയെങ്കിലും അയാൾ ഡീൽ ചെയ്ത് സെറ്റാക്കി തന്നില്ലേ. ഇത് കാറ്റ് എന്തൊരു തണുപ്പ്. വാ അങ്ങനെ പിന്നെ വീട്ടിലെത്തി മിഠായിയൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അത് കഴിക്കുമ്പോൾ ബൈ. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.